സ്വാഗതം. കുറച്ച് നാളായി കേട്ടോ ഇതുപോലെ ഞാൻ ക്യാമറക്ക് മുന്നിൽ നിന്ന് സംസാരിച്ചിട്ട്. അപ്പോൾ മോളെ ചോറൂണൊക്കെ കഴിഞ്ഞു. നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മോളെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. മോൾക്ക് 6 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം വരെയൊക്കെ നന്നായിട്ട് തടി ക്ഷീണിച്ചിട്ടാണ് ഉണ്ടായത്. ആ സമയത്തൊക്കെ എന്നെക്കുറിച്ച് പറയുമ്പോൾ തടി ക്ഷീണിച്ച് മെലിഞ്ഞ കൊള്ളി എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അന്നത്തെ ആൾക്കാരൊക്കെ അമ്മയും ചേച്ചിയൊക്കെ കളിയാക്കാറുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ തടി ക്ഷീണിച്ചിട്ടുണ്ട്. ഭക്ഷണം ആ സമയത്ത് എനിക്ക് വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് മടിയായിരുന്നു. ക്ഷമയോടെ ആ ഭക്ഷണം മുഴുവനായിട്ട് കഴിക്കാൻ എനിക്ക് മടിയായിരുന്നു കേട്ടോ. പകുതി കഴിക്കുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കൽ കുറവ് തന്നെ. വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ വർക്കിന് പോയപ്പോൾ, വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചേച്ചിയെ കണ്ടപ്പോൾ ആ ചേച്ചിയാണ് പറഞ്ഞത്, ഇങ്ങനൊരു സാധനമുണ്ട്, ഒരു പൗഡർ ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിന് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മരുന്നുണ്ടാക്കുന്ന സമയത്ത് ഈ പൗഡറല്ല അതിൻ്റെ ഇത് ഞാൻ പൗഡറായിട്ട് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അമുക്കുരു എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കമ്പാന്ന് തോന്നുന്നത്. എനിക്കത് കറക്റ്റ് അറിയില്ല. അമുക്കുരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അമ്മ കാണും. അതിൻ്റെ പൗഡറാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മരുന്നിൽ ആഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഫീഡ് ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിന് ദോഷം വരുന്ന ഒന്നും പ്രസവരക്ഷൻ്റെ സമയത്ത് മരുന്നിൽ ആഡ് ചെയ്തില്ല. അപ്പോൾ എന്തായാലും അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആയുർവേദപരമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിത് ആയുർവേദ കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കേണ്ടതൊക്കെ ചോദിച്ചപ്പോൾ അവർ രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാലിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാനാണ് പറയുന്നത്. അപ്പം ഞാനിത് കഴിച്ച് 2 ആഴ്ച ആയപ്പോൾ തന്നെ എനിക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കൈയൊക്കെ നന്നായിട്ട് ടൈറ്റ് ആവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച മാത്രമേ എനിക്ക് ആ ഒരു ബോട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നാളത് ഉപയോഗിക്കാൻ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ എനിക്കറിയുന്ന ആൾക്കാർക്കൊക്കെ തടി ക്ഷീണിച്ചവരാണെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ അത് നമ്മൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മളതിന് എന്താ പറയുക, രാവിലെ പ്രഭാത ഭക്ഷണം നേരത്തോടു കൂടി കഴിക്കുക. അത് ലേറ്റ് ആവാണ്ട് നേരത്തെ തന്നെ കഴിക്കുക. നമ്മുടെ വയറിന് അറിയത്തക്ക, അതായത് അത്യാവശ്യം തീരെ പ്രഭാത ഭക്ഷണം ഒരുപാട് ഇതിപ്പോൾ ഞാനിപ്പോൾ ആ സമയത്തൊക്കെ സാധാരണ ഭക്ഷണം തന്നെയാണ് കഴിക്കാറ്. രാവിലെ എന്താ ഉണ്ടാക്കുന്നത് അതാണ് കഴിക്കാറ്. അതിപ്പോൾ നമ്മൾ അത്യാവശ്യം എൻ്റെ വയറ് നിറയാനനുസരിച്ചിട്ടുള്ള ഞാൻ കഴിക്കാറുണ്ട് ആ സമയത്തൊക്കെ. ഈ പൗഡർ കഴിക്കുമ്പോൾ നല്ല വിശപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രഭാത ഭക്ഷണം ലേറ്റ് ആവാണ്ട് നേരത്തെ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. പ്രഭാത ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ തന്നെ നമ്മൾ അത്യാവശ്യം വണ്ണം, പിന്നെ അത്യാവശ്യം ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് എപ്പോഴും ഫ്രീ ആയിട്ടുള്ള മൈൻഡോട് നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് തന്നെ നമ്മൾ തടിക്ക് പിടിക്കും കേട്ടോ. അതെ, ഞാനൊക്കെ എന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും മൈൻഡ് ടെൻഷനായിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തടി ക്ഷീണിക്കും കേട്ടോ. എത്ര ഫുഡ് കഴിച്ചാലും എൻ്റെ തടിയിൽ അത് കാണാനുണ്ടാവില്ല. അങ്ങനെയാണ്. ഉച്ചക്കുള്ള ഭക്ഷണമായാലും അധികം ലേറ്റ് ആവാണ്ട് നേരത്തോടു കൂടി കഴിക്കാറുണ്ട്. രാത്രിയത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാതെ കഴിക്കാറുണ്ട് കേട്ടോ. കൃത്യമായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ വേറെ ഫുഡൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പൗഡറും പാലും മാത്രം. അപ്പം നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അതിനായിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് പാല്
പശുവിൻ പാലായിട്ട് തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കണം കേട്ടോ. പാക്കറ്റ് പാൽ ഉപയോഗിക്കാതിരിക്കണേ. അപ്പോൾ ഞാനിതാ പാലിവിടെ തിളച്ച് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. പിന്നീട് ഞാനിതാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് ഞാനിനി നമ്മുടെ പൗഡർ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം, ഇപ്പം ഞാൻ ചെറിയൊരു ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വലിയ ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പൗഡർ ആഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് MRP 160 ആണുള്ളത്. 120 മറ്റോ ആയിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അമ്മയാണ് എനിക്ക് കൊണ്ടു തന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ പൗഡർ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ചൂടോടുകൂടി ആഡ് ചെയ്തതാണ് കുറച്ചുകൂടി നല്ലത്. നന്നായിട്ട് മിക്സായിട്ട് കിട്ടാനായിട്ട് അല്പം ചൂടോടുകൂടി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ചൂടോടുകൂടി കുടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമുക്കിപ്പം ചെറിയ ചവർപ്പുള്ളവർ കുടിക്കാൻ ഇച്ചിരി പാടായിട്ട് വരും. അതുപോലെ പാൽ ഇത് കുടിക്കുന്ന സമയത്ത് അടിയിലിത് പൗഡർ വേറെ തന്നെ നിൽക്കുന്നത് പോലെയുണ്ട്. അതടക്കം നമ്മൾ കുടിക്കുന്നതാണ് അത് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അടിയിൽ പൗഡർ മാത്രമായിട്ട് കിടക്കുന്നുണ്ടാവും പാലിൻ്റെ അടിയിൽ. അതുകൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുടിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് അമുക്കുര ചൂർണം എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇതൊന്ന് കുടിച്ച് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഒരു ഗ്ലാസ്സിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോട്ടിൽ ഇട്ട് ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇത് കഴിക്കാം. ഞാനിത് കഴിക്കുന്നതാണ് കേട്ടോ. ഷോപ്പിൽ ഞാനിതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരിത് രാവിലെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതി. അപ്പൊ ഇതാണ് പൗഡർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇത് ആയുർവേദ ഷോപ്പിലുണ്ടാവും. അമുക്കുരു ചൂർണം എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ കമ്പുകളാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മരുന്നിൽ ആഡ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങള് ഇത് രണ്ടാഴ്ചത്തോളം ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ശരീരം ക്ഷീണിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് പാൽ ആഡ് ചെയ്തിട്ട് കഴിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണം എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് പ്രഭാത ഭക്ഷണം കൃത്യസമയത്ത് തന്നെ കഴിക്കാനായിട്ട് നോക്കണം. അതുപോലെ ഉച്ചക്കത്തെ ഭക്ഷണമായാലും രാത്രിയത്തെ ഭക്ഷണമായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. കൃത്യമായിട്ട് ഈ ഭക്ഷണം തന്നെ കഴിച്ചാൽ മതിയോ, അല്ലാതെ നിങ്ങൾ മറ്റുള്ളതൊന്നും ആഡ് ചെയ്തിട്ട് കഴിക്കണമെന്നൊന്നുമില്ല. ഇത് പാലിൽ ആഡ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് ചൂടോടുകൂടിയുള്ള പാലിൽ തന്നെ നിങ്ങൾ ആഡ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പാലിലത് ശരിയായ രീതിയിൽ കലങ്ങാതെ വേറെ ആയിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടാവും കേട്ടോ. ചൂടോടുകൂടിയുള്ള പാലിലാണ് കുറച്ചുകൂടി നന്നായിട്ട് ഇത് കലങ്ങി എന്താ പറയുക മിക്സായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ലൈറ്റ് ചൂടോടുകൂടി കഴിക്കും. ചെറിയൊരു ചവർപ്പുള്ളത് പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പം ഞാൻ മുന്നേ ഒരു ആയുർവേദ ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും അമുക്കുരും പിന്നെ കറുത്ത മുന്തിരിയില്ലേ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ട് പാലിൽ ആഡ് ചെയ്തിട്ട് കുടിച്ചാൽ വണ്ണം വെക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇതിനെപ്പറ്റി അറിയുന്നത്. ഇങ്ങനെ പൗഡർ വാങ്ങിക്കാനുണ്ട്, പൗഡർ പാലിൽ ആഡ് ചെയ്ത് കുടിച്ചിട്ടാകുമ്പോൾ വണ്ണം വെക്കുന്നൊക്കെ പറയുന്നത് കേട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് എന്നെ അറിയിക്കാനും വിട്ടുപോകരുത്. നിങ്ങളിത് കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ പാല് ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാലിൽ ആഡ് ചെയ്തിട്ട് കുടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ഞാനിത് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണമെല്ലാം കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് അറിയിക്കാൻ വിട്ടുപോകണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ തടി ക്ഷീണിച്ച് എന്നെ പോലെ വിഷമിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ടാറ്റാ ബൈ ബൈ.